പണി എടുത്തിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി ഞാൻ പോണു. ആ പണം ഇവിടെ ചെലവിലല്ല പോണേ. ലോകേഷിന്റെ പടം ഇങ്ങനെ നെഗറ്റീവ് തന്നെ. പക്ഷെ ആസായി പോയി. ആ പെണ്ണ് എന്തൊരു ഷോയാണ്. ആ പെണ്ണ് മോണിക്ക എന്ന് പറഞ്ഞ പാട്ട് എന്തിനാ നടന്ന സിനിമയിൽ അതിന്റെ അടിമാലി ഫുള്ള് ബുക്ക്, കട്ടപ്പന നോക്കി കട്ടപ്പനയും ഫുള്ള് ബുക്ക്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ ചാടി മറ്റേ കാറിന്റെ ഉള്ളിൽ കയറണം. വണ്ടാന്ന് നിർബന്ധമില്ല, നീ വണ്ട. നീ അമീർ ഖാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വേണ്ട അതിനകത്ത് ശരിക്കും. അത് എൽസി ആണോന്നും നമുക്കറിയില്ല. അപ്പം കൂലി എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ. ഹലോ ഗൈസ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ്? ഞാൻ വന്നിട്ട് ഒരു 5-6 ദിവസം, 5-6 ഒരാഴ്ച ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനത്തെ വ്ലോഗ് ഇട്ടിട്ട് എന്തായാലും ഒരു കുറച്ച് ദിവസമായി. അപ്പം ഗൈസ്, ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ August 14 നമ്മുടെ രജനീകാന്തിൻ്റെ കൂലി എന്ന് പറഞ്ഞ സിനിമ റിലീസാണ് ഗൈസ്. അപ്പം അങ്ങോട്ട് എനിക്ക് പോകണം. ഞാനും അച്ചിയും അനന്തും എല്ലാവരും പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഉച്ചവരെയും ക്ലാസ്സിൽ ഇരുന്നിട്ട് ക്ലാസ്സിൽ നിന്ന് ചാടാൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകാനാണ് പ്ലാന്. ഉച്ചവരെ എന്തായാലും ഹാഫ് ഡേ നമുക്ക് കിട്ടണം, കുറച്ചെങ്കിലും അറ്റൻഡൻസ് വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് 2:15 2:30 ആ സമയത്ത് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടേക്കണം. എന്താവെന്നൊന്നും അറിയില്ല. മഴയുണ്ട്. അപ്പം അങ്ങനെയാണ് ഗൈസ്. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതാണ് എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല. കൂലിയുടെ ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ കാണാൻ പോകും. കാരണം എന്ന് പറഞ്ഞാൽ അത് LCU ആണോയെന്നും നമുക്കറിയില്ല. LCU എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമായിരിക്കും, പക്ഷേ ചാൻസും കുറവാട്ടോ, ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അപ്പം LCU ആണോ എന്നൊക്കെ അറിയണം. പിന്നെ ലോകേഷിൻ്റെ ഇവിടെ അല്ല, ലോകേഷിൻ്റെ ഇവിടെ നമ്മളങ്ങനെ കളയാറൊന്നുമില്ല അങ്ങനെ. അപ്പം എന്തായാലും എനിക്ക് അങ്ങോട്ട് പോകണം. ഞങ്ങൾ പോയിരിക്കും. ഞങ്ങൾ നെടുങ്കണ്ടമൊക്കെ നോക്കി, നെടുങ്കണ്ടമൊക്കെ ഫുള്ള് ടിക്കറ്റ് ബുക്ക്. അടിമാലി നോക്കി, അടിമാലി ഫുള്ള് ബുക്ക്. കട്ടപ്പന നോക്കി, കട്ടപ്പനയും ഫുള്ള് ബുക്ക്. പിന്നെ ഈ രാജമന്ത്രി നമ്മുടെ അടുത്ത് തന്നെയാണ്. പക്ഷേ തിയേറ്റർ കുറച്ച് പഴയതാണ്. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പം നൈസായിരിക്കും. അത് രജനീകാന്തിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ലെവലായിരിക്കും. കാരണം ഇവിടെ തൊട്ടടുത്താണ് പൂപ്പാറയൊക്കെ, നമുക്കറിയാമല്ലോ. പൂപ്പാറ മൂന്നാറൊക്കെ ഇങ്ങനെ അടുത്താണ്. അപ്പം രജനീകാന്തിൻ്റെ പടം എന്ന് പറഞ്ഞാൽ മിക്കവരും വരും. അപ്പം അങ്ങനത്തെ ഒരു വൈബ് ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ആയിരിക്കും മിക്കവാറും. അപ്പം അങ്ങനെ 2:15 ക്ലാസ്സിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോകണമെന്നാണ് പ്ലാന്. അപ്പം അങ്ങനെ ഗൈസ്, ഇതുണ്ടല്ലോ, ഇതൊരു കുരു പറഞ്ഞു ഗൈസ്. ഈ കുരു ഞാൻ ഒന്ന് ചുമ്മാ പൊട്ടിച്ചാൽ, എന്നിട്ട് ഇത്രയും വീർത്ത് വന്നായിരുന്നു. ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ചുമ്മാ എന്തിനു പൊട്ടിച്ചാണെന്ന് ചോദിച്ചാൽ ചുമ്മാ ഒരു രസം കണ്ടപ്പോൾ എനിക്ക് പൊട്ടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ പൊട്ടിച്ച്. അപ്പം കൂലിക്ക് ഇന്ന് നമ്മൾ പോറോ എന്നല്ല കാരണം എത്ര എഴുതിയ കൂലിക്ക് നമ്മൾ അത്. അപ്പോൾ പോകണം. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല സിനിമ ആയിരിക്കൂടാ. നെഗറ്റീവ് ഒന്നും വരൂല. എനിക്ക് നെഗറ്റീവ് ഒന്നും വരൂലടാ. ലോകേഷിൻ്റെ പടം ഇങ്ങനെയാടാ നെഗറ്റീവ് തന്നെ. ലോകേഷിൻ്റെ പടം എങ്ങനെ നെഗറ്റീവ് വരും? ലോകേഷിൻ്റെ പടം ഒന്നും നെഗറ്റീവ് ഒന്നും വരൂല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പുള്ളിയുടെ എല്ലാ സിനിമകളും അടിപൊളിയാണ്, അടിപൊളിയായിരിക്കും. അടിപൊളിയാണ്. എനിക്ക് ഉറപ്പുണ്ട്. അല്ല തലവര സിനിമയില്ലടാ എടാ ഇറങ്ങുന്നേ. കൂലിക്കപ്പം ഇന്ന് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇൻഷാ അല്ലാ ക്ലാസ് കട്ട് ചെയ്യണം. ഷാജി ക്ലാസ് കട്ട് ചെയ്യല്ലോ. പിന്നല്ലേ പക്ഷെ ഞാൻ പോകുന്നില്ല ഗൈസ്. എന്റെ പൈസ ഇല്ല. സബ്സ്ക്രൈബേഴ്സ് ഷാജിക്ക് എന്താണ് സിനിമയെ പറ്റി തോന്നണത്? പ്രതീക്ഷയുണ്ടോ? ലോകേഷ് കനകരാജ് ആരാന്നറിയാവോ? ഇല്ല. വിക്രം കണ്ടിട്ടുണ്ടോ താങ്കൾ? വിക്രം കണ്ടിട്ടില്ല. കൈതി കണ്ടിട്ടുണ്ടോ? എടാ ഇതൊന്നും കാണാത്ത മൊണ്ണയാണ് കൂലിക്ക് വരുന്നത്. ഇല്ലില്ല, കൂലി LCU ആണോ നമുക്ക് അറിയാൻ പറ്റൂല. കൂലി LCU ആണോ നമുക്കറിയില്ല ഗൈസ്. പക്ഷെ ഷാജി കൈദിയും കണ്ടിട്ടില്ല. നമുക്ക് കടയിൽ പോണേ. അത് ചോദിച്ചില്ല, ഞാൻ ഇവിടെ ചോദിച്ചില്ല. ഞാൻ നിന്നോട് ചോദിച്ചില്ല. വണ്ടാന്ന് നിർബന്ധമില്ല, നീ വണ്ട. എടാ പണി എടുത്തിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി ഞാൻ പോണു. ആ പണം ഇവിടെ ചെലവിലല്ല പോണേ. ഞാനും പണി എടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് എത്ര 500 ഫസ്റ്റ് ഇയർ ആട്ടോ ഗൈസ്. ഇത് ഒരു ഹായ് പറഞ്ഞു. ഹായ് യൂട്യൂബിലിടാം ചെറുതായിട്ട്. എടാ നീ എന്നെ കണ്ടിട്ടില്ല എന്ന് പറയില്ലേ? അയ്യോ പറഞ്ഞു. കണ്ടിട്ടുണ്ട്. ഇല്ല കട്ടിയില്ല. കോളേജിൽ ഡോൺ ആരാന്നറിയാം ഗൈസ്? ജോബിറ്റ് മറ്റേ ഇതിനുണ്ടോ? കൂലിക്കുണ്ടോ? കൂലി എന്താ ആരാരീരാരോ പൈസ ഇല്ലാത്തോണ്ട് മഞ്ഞില്ലാന്ന്.
ഹേ ഗൈസ്, ഇപ്പോഴും ഞാൻ ക്ലാസ്സിൽ തന്നെയാണ്. ഞാൻ എന്തായാലും ഇൻസ്റ്റയിലൊന്നും കയറണില്ല. ഇൻസ്റ്റയിൽ കയറി എന്തെങ്കിലും സ്പോയിലർ എന്തെങ്കിലും കിട്ടി എനിക്ക് ഇൻസ്റ്റയിൽ ഞാൻ കയറണില്ല. ഇൻസ്റ്റയിൽ കയറിയ സ്പോയിലർ എന്തെങ്കിലുമൊക്കെ ആവും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റയിലൊന്നും കയറണില്ല. കോളേജിൽ ഇപ്പോൾ 2 വീഡിയോ കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 വീഡിയോ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ കൂലിക്ക് പോകണം ഗൈസ്. ആച്ചില്ല ഗൈസ്, ആച്ചി കടയിൽ പോകാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അവൻ ചവിട്ടി പോയി, അവൻ വന്നില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്തായാലും കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ പോവാം. ഓക്കെ ഗൈസ്, കിച്ചപ്പനെ നമുക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. എവിടെ കിച്ചപ്പ? ക്യൂ എവിടെയാടാ? എന്നതാ ക്യൂ എവിടെ? വെളിയിൽ വണ്ടികളുണ്ട് ഗൈസ്, വെളിയിൽ വണ്ടികളുണ്ട്. ഈ കിച്ചപ്പൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം ഫുള്ള് ക്യൂ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ വണ്ടിയുണ്ട്. നീ പറഞ്ഞ ക്യൂ വരുമ്പോളെന്നാണ് രാവിലെ വണ്ടി ക്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പം നമ്മൾ നേരത്തെ എത്തിയിരിക്കുന്നു. ആരുടെ ഇത് കിച്ചപ്പൻ കാരണം. കിച്ചപ്പൻ എടുക്കേണ്ട പോകുന്നൊക്കെ നമ്മളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അനന്തുവാണ് തള്ളി വിട്ടത്, അനന്തുവാണ് ഉത്തരവാദി. അതേ വണ്ടി അങ്ങനെ കയറി തന്നെ. എന്താണ് കൂലിനെ പറ്റിയുള്ള മറ്റേ എക്സെപ്റ്റേഷൻ? ആദ്യം അനന്തു, അത് കഴിഞ്ഞ് ഞാൻ പറയാം. അനന്ത് ഉണച്ചാലാണ് നീ പറഞ്ഞു. അനന്ത് ചുമ്മാ ഒന്ന് പറടാ. മാസാണോ? ചുമ്മാ ഒന്ന് പറ. എനിക്ക് നല്ല പടമായിരിക്കും, അത്ര എനിക്ക് പറയുള്ളൂ. ഗൈസ്, അങ്ങനെ ക്യൂയിൽ നിന്നോണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു ചെറുക്കൻ മറ്റേ കൂലിയുടെ സിനിമയുടെ എല്ലാം റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ ടിക്കറ്റ് കിട്ടി ഞങ്ങൾ കയറി. എങ്ങനെയാ കിച്ചപ്പാ? ഇന്റർവെല് സംഭവം ഇന്റർവെല് വരെ വലിയ കുഴപ്പമില്ല. സൗബിന്റെ ആക്ടിങ് പോരാ. സൗബിന്റെ ആക്ടിങ് പോരാണ്. കൊള്ളാട്ടോ, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്റർവെല് വരെയും കുഴപ്പമില്ല ഗൈസ്, അത് കൊള്ളാം. ഇന്റർവെല് മറ്റേ രജനീകാന്തിനൊക്കെ സൂപ്പർ ആട്ടോ. ഇന്റർവെല് കൊള്ളാം, സൂപ്പർ. സിനിമയൊക്കെ കണ്ടിറങ്ങി ഞാനിപ്പോ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പറയാം, മറ്റേ ഷാജിനെയും മറ്റേ കിച്ചപ്പനെയും ഒക്കെ എല്ലാവരെയും വീട്ടിൽ കൊണ്ട് വിട്ടു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണം. ഹേ ഗൈസ്, അപ്പം നമുക്ക് നേരെ കൂലിയുടെ റിവ്യൂയിലോട്ട് പോകാം ഗൈസ്. എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയണത്, വേറെ ആരുടെയും ഒപ്പീനിയൻ പറയണില്ല ഗൈസ്. അപ്പം കൂലി എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ കുഴപ്പമില്ല, ഒരു നല്ല പടമാണ് ഗൈസ്. നല്ല പടം എന്ന് പറഞ്ഞാൽ കൈദി, വിക്രം അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല, പക്ഷെ എന്നാലും നല്ല സിനിമ കണ്ടിരിക്കാം. എനിക്ക് എന്നാ പറയണേ, ബോറടിച്ചില്ല. അതാണ്, എനിക്ക് ബോറടിച്ചില്ല. പക്ഷേ ചിലവരുടെ വേറെ ഇതൊക്കെ കണ്ടപ്പോൾ ബോറടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ട്, പക്ഷേ എനിക്ക് ബോറടിച്ചില്ല. ലോകേഷിനോട് എന്തോരം ഇട്ടാലും എനിക്ക് ബോറടിക്കത്തില്ല, അങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നു. അപ്പം നേരെ നമുക്ക് ക്യാരക്ടർ അതിനകത്ത് നമുക്ക് പോവാം. ഓക്കെ, മൂവിയുടെ മെയിൻ റിവ്യൂ നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പം സൗബിനിക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. സൗബിനിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ പുള്ളി കുഴപ്പമില്ല കഴിച്ചു. അത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പുള്ളി, പക്ഷേ ഇടയ്ക്കൊക്കെ ഭയങ്കര ബോറ് പോലെ എനിക്ക് അനുഭവപ്പെട്ട്. പക്ഷേ ഒരു പുള്ളിയുടെ എൻട്രിക്ക് വലിയ ഓളോ അങ്ങനെയൊന്നും കിട്ടിയില്ല. എന്നാ പറയണേ, പുള്ളി പാട്ടിലൊക്കെ പുള്ളി സീൻ നടന്ന, പക്ഷേ ഉണ്ടല്ലോ പാട്ട് എന്തിനായിരുന്നു ആ സിനിമയിൽ? മോണിക്ക എന്ന് പറഞ്ഞ പാട്ട് എന്തിനായിരുന്നു ആ സിനിമയിൽ? അതിൻ്റെ ആ ഒരു ആവശ്യമില്ല, വെറുതെ ആ പാട്ട് കൊണ്ട് വെച്ചേക്കണേ. എന്തിനാ? ആർക്കും ഒരു ഗുണമില്ലാതൊരു പാട്ട്, അതെന്തിനായിരുന്നത് ആ സിനിമയിലെ? ശരിക്കും ആ പാട്ടിൻ്റെ ഒരു ആവശ്യമില്ല, വെറുതെ വന്ന് പാട്ട് പാടിയിട്ടില്ല, പാട്ട് ഡാൻസ് കളിച്ചിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങളുടെ തിയേറ്ററിൻ്റെ പ്രശ്നമാണോ അതോ ആ പാട്ടിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയത്തില്ല. വലിയ ആൾക്കാരിങ്ങനെ വലിയ ഡാൻസ് കളി ആ സംഭവമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ആ പാട്ട് ശരിക്കും അവിടെ വേണ്ടായിരുന്നു, ചുമ്മാ വെച്ചാന്ന് തോന്നുന്നു. ഒരു ഓളം ഉണ്ടാവുമെന്ന് കരുതി വെച്ച്, പക്ഷെ ഓളം ഉണ്ടായില്ല. അതാണ് എനിക്ക് പറ്റിയ അനുഭവം. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പം നമുക്ക് അടുത്ത ക്യാരക്ടറോ ഉപേന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു കൂലിയായിട്ടാണ് വന്നത്. പുള്ളി തുടക്കത്തിൽ ഇങ്ങനെ സൈലൻ്റ് ആക്കി ആ ഒരു റൂമിൻ്റെ ഇതൊക്കെ കാണിക്കണം, എനിക്കിഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ എൻട്രി സൂപ്പറാണ്. പുള്ളിയുടെ BGM ഉണ്ട്, പുള്ളിക്ക് വേണ്ടി അനിരുദ്ധ് ഉണ്ടാക്കി ഒരു BGM ഉണ്ട്, അത് ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. പുള്ളിയുടെ എൻട്രിയുടെ സമയവും പുള്ളിയുടെ പിന്നെ ഫൈറ്റും പുള്ളിക്ക് ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പുള്ളി ചെയ്തേക്കണേയും പുള്ളിക്ക് വേണ്ടി ലോകേഷ് കൊടുത്തേക്കണേയും ഒരു അടിപൊളി ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. വലിയ ഓവർ ഡയലോഗില്ല, പക്ഷേ ഡയലോഗ് ഉണ്ട്, 2-3 ഉണ്ട്. പക്ഷെ അതെല്ലാം വലിയ ഓവറാക്കി ചളവാക്കി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ സത്യരാജിൻ്റെ ക്യാരക്ടർ, അത് കുഴപ്പമില്ല. പുള്ളി നീറ്റായിട്ട് പുള്ളിയുടെ സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഞാൻ പറയാം, അവസാനമല്ല എനിക്കിത് പറയാം. പുള്ളിയുടെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നാഗാർജുന കുഴപ്പമില്ല കേട്ടോ, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സ്വാഗ് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഡാൻസിൻ്റെ ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു സാധനം ഉണ്ട്, അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ പുള്ളി എന്തോ ഡൗൺ ആയിപ്പോയി. ലാസ്റ്റ് വന്നപ്പോൾ ഒരുമാതിരി എന്തോ വില്ലനാണെന്ന് നമുക്ക് തോന്നിയില്ല. ഒരു വില്ലൻ്റെ ഒരു സംഭവം കിട്ടിയില്ല പുള്ളിയുടെ ലുക്കൊക്കെ ഓക്കെ, പക്ഷേ പുള്ളി ഒരു വില്ലനാണെന്ന് നമുക്ക് തോന്നില്ല. ഒരു എന്താ പറയുക, ഒരു വില്ലൻ്റെ ഒരു സംഭവം എനിക്ക് തോന്നില്ല. എനിക്ക് തോന്നാത്തായിരിക്കും, വില്ലൻ്റെ ഒരു സാധനം പുള്ളിക്ക് തോന്നില്ല. ഒരു ബോറ് പോലെ എനിക്ക് തോന്നി. പുള്ളി എന്തോ എന്നെ അച്ഛനെ ഞാൻ പറയണില്ല, നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്റർ പ്രിൻ്റ് ഒക്കെ വരുമ്പോൾ പുള്ളി ലാസ്റ്റ് എന്തോ ബോറായി പോയി. പുള്ളിയുടെ സത്യയുടെ ഒരു ലാസ്റ്റ് പുള്ളിയുടെ എന്തോ സെറ്റപ്പ് ആയില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ സീനൊക്കെ അടിപൊളിയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ശ്രുതിഹാസൻ മറ്റ് വേറെ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ അടിപൊളിയാണ്. ശ്രുതിഹാസൻ്റെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളി സിനിമയാണ്. പുള്ളിക്കാരി എന്തൊക്കെ ചെയ്യുന്നത്, പുള്ളി ഇങ്ങനെ വായൊക്കെ പിടിച്ച് വെക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്, അതുണ്ട്. പിന്നെ സൗബിൻ്റെ അത് ഞാൻ പറഞ്ഞില്ല, സൗബിൻ്റെ ഒരു സാധനമുണ്ട്, ഒരു ആ പെണ്ണ് എന്തൊരു ഷോയാണ്. ആ പെണ്ണ് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ലോകേഷ് ആ പെണ്ണിനോട് ഇങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മറ്റേ ഏജൻറ്റ് ടീന എന്ന് പറഞ്ഞ ആ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ സംഭവമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് സെറ്റായില്ല. ഇതൊരു എന്താ ഒരു സംഭവം ഉണ്ട്, അത് കൊള്ളത്തില്ലായിരുന്നു. അത് മാസാന്ന് ഓഡിയൻസ് കരുതുന്നു കരുതി, പക്ഷെ മാസമായില്ല, ആസായിപ്പോയി. പിന്നെ മറ്റേ അമീർ ഖാൻ, എൻ്റെ പൊന്നെ അമീർ ഖാനെ, പുള്ളി എന്തിനാടാ ഈ സിനിമയ്ക്ക് വന്നേ? പുള്ളിയുടെ എൻട്രി ഒക്കെ സൂപ്പർ. പുള്ളി പട്ടീനെയൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ വേറെ സംഭവമുണ്ട്. ഞാൻ ഓർത്ത് ഇത് LCU ആയി പോകുന്ന കരുതി കൈസ്. അതുമാതിരി ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ഇതിനകത്ത് എവിടെ മറ്റേ അമീർ ഖാൻ എവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഓർത്ത് പോലെ അവസാനം റോളക്സിന് കാണിച്ച പോലെ എന്തെങ്കിലും സംഭവത്തിൽ ഇനി റോളക്സിൻ്റെ എന്തെങ്കിലും അനിയനോ ചേട്ടനോ ഒക്കെ ആയിട്ട് മറ്റേ അമീർ ഖാൻ വരുമെന്ന് അങ്ങനെ ഇരിക്കുക. അയ്യോ ഈ പടം മൂഞ്ചി, ഇനിയിപ്പോൾ LCUയിലോട്ട് പോയാൽ LCU ഫുള്ള് ഡൗണായി അങ്ങനത്തെ വിചാരിച്ചു ഞാൻ. അപ്പം ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് അവസാനം പുള്ളി വന്ന് പുള്ളിയുടെ എൻട്രി ഒക്കെ സൂപ്പറാണ്. ഒരു BGM അനിരുദ്ധ സൂപ്പറായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വർക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അനിരുദ്ധ. അപ്പം പുള്ളി വന്ന് ഒരു സിഗരറ്റൊക്കെ ഇങ്ങനെ കത്തിക്കണ്, പട്ടീനൊക്കെ പിടിച്ചോണ്ട് പുള്ളിയുടെ ലുക്ക്, കയ്യിലെ ടാറ്റു ഒക്കെ അടിച്ച് അതൊക്കെ നൈസായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നിൽക്കും ഒരു കത്തിയൊക്കെ പിടിച്ച്, ആരെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എങ്ങോട്ട് എന്തോ ഒരു മൊണ്ണ പോലെ എനിക്ക് തോന്നി പുള്ളീനെ. ഒരുമാതിരി പുള്ളി എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക ആ ഒരു സാധനം. പിന്നെ രജനീകാന്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, രജനീകാന്ത് പുള്ളിക്ക് കിട്ടിയത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ചില സീൻസ് അടിപൊളിയാണ് കഴിച്ചത്. ആ സിനിമ രജനീകാന്തിൻ്റെ ചില സ്വാഗ് എല്ലാവർക്കും അറിയാമല്ലോ, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ പാസ്റ്റിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട്. പാസ്റ്റിൻ്റെ ഒരു സീനുണ്ട്, അത് സൂപ്പറാണ്. അത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അവിടെയാണ് തിയേറ്റർ ഒന്ന് ഇളകിയത്. അതിന് മുമ്പൊക്കെ തിയേറ്റർ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പുള്ളിയുടെ ആ ഒരു സാധനം വന്നപ്പോണ്ടല്ലോ സൂപ്പറാണ്. കൈ അടിക്കുക, ഭയങ്കര ഒരച്ച. ആ ഒരു സീന് മാത്രം പുള്ളിക്ക് ഭയങ്കര ഓറ കിട്ടിയ ഒരു അതിന് പവർ കിട്ടിയല്ലോ പുള്ളിക്ക്. ആ ഒരു സമയത്താണ് ഇത് രജനീകാന്തിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം കിട്ടിയത്. അതിന് മുമ്പ് എല്ലാവരും ഇങ്ങനെ ഇട്ടിരിക്കണം, ഇടയ്ക്ക് എന്തെങ്കിലും മാസം വരും സൂപ്പറേ, പിന്നെ വെക്കം തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനത്തെ ഒരു സാധനമായിപ്പോയി. പക്ഷേ ആ ലാസ്റ്റ് സീൻ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ ഒരു ഒറ്റ ഷോട്ടിലൊരു സീനുണ്ട് മോനെ, പുള്ളി എങ്ങനെയാ ഡയലോഗ് ഓടിച്ച് സത്യമായിട്ട് ഒറ്റ ശ്വാസത്തിലേ പറയണേന്ന് തോന്നുന്നു. ഒരു ഇങ്ങനെ പിടിച്ചൊരു സീനുണ്ട്, നമ്മളിങ്ങനെ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ക്യാമറ ഒന്നും വേറെ അനങ്ങണം അതൊന്നുമില്ല. ഇനിയിപ്പം എന്തെങ്കിലും ടെക്നിക്കാണോ എന്ന് അറിയില്ല, ഇങ്ങനെ പറയാം, ഒരു നിർത്താതെ ഒരു കഥ പറയാം പുള്ളി. അതെങ്ങനെയാണ് ഇത് ഇത് സൂപ്പറാണെന്ന് വെച്ചാൽ അത് രജനീകാന്ത് അത് സൂപ്പർ. ഞാൻ പറയട്ടെ, ആ സിനിമയിൽ ചില സീൻസ് അടിപൊളിയല്ലാന്ന് ഞാൻ പറയണേ. എനിക്ക് സത്യമായിട്ട് ആ സിനിമ ബോറടിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ സിനിമ ഒരു മോശം സിനിമയാണെന്ന് പറയാൻ പറ്റില്ല, നല്ല സിനിമയാണ്. പക്ഷേ ചില ഭാഗങ്ങളും ചില ക്യാരക്ടേഴ്സും എന്ന് പറഞ്ഞാൽ അത്രയും വലിയവരൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു എന്താ പറയുക
അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് എന്നാ പറയുക, അത്രയും വലിയവരൊക്കെ കൊണ്ടുവരുമ്പം ഒരു അടിപൊളി ക്യാരക്ടറിൻ്റെ ഒരു സാധനം ചിലവർക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ചിലവർക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. എന്തിനാണ് അവർ വന്നതെന്ന് വരെ തോന്നി. അമീർ ഖാൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വേണ്ട അതിനകത്ത് ശരിക്കും. അങ്ങനെ ആ വില്ലനെ അത് കഴിഞ്ഞിട്ട് നിർത്തിയതായിരുന്നു. വെറുതെ പിന്നെ ഒരു പട്ടീനെയും പിടിച്ചുകൊണ്ട് വന്നെ. അയ്യോ, അതിനിടയിൽ ബീഡി എത്തിക്കാൻ പോണ്. സൗബിനെ പറ്റി ഞാൻ നാളെ മണ്ണീന്നൊക്കെ എണീച്ച് കണ്ടുവിടാവേ ഒരുമാതിരി. എന്നെ പുള്ളിയും പട്ടിച്ചങ്ങലൊക്കെ ഇട്ടുണ്ട്, ഇങ്ങനെ ഓടും പുള്ളി, ബൈക്കൊക്കെ ഓടിക്കും, കാർ ഓടി. അതല്ലോ അയ്യോ RX 100 തോന്നുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം തന്നെ ചാടി മറ്റേ കാറിനുള്ളിൽ കയറണം. അതെങ്ങനെയാടേ അത്? വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കയറാൻ പറ്റണില്ല, ഓവർടേക്കൊന്നും കയറാൻ പറ്റണില്ല. അടുത്തോട്ട് ഒറ്റ ചാട്ടത്തിന് ഉള്ളിൽ കയറും നമ്മൾ. അവിടെ പോയി വണ്ടി ഇടിക്കും അങ്ങനത്തെ. പിന്നെ ആരാ? അതിനകത്ത് മറ്റേ വെറുപ്പിയ ആ ഒരു പെണ്ണുണ്ട്, അത് കൊള്ളത്തില്ല, അത് ഒരു കൊള്ളത്തില്ല കേസ് അത്. എന്താ പിന്നെ ഞാൻ ലോകേഷ് അത് കാണുമൊന്നുമില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന്, അല്ലെങ്കിൽ ഞാൻ കണ്ടാലോ ഒരാൾക്ക് ഒപ്പീനിയൻ പറയണതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഭാഗ്യം, നന്നായി ഗൈസ്, നന്നായി. ഈ സിനിമ LCU ആക്കാത്തത് നന്നായി. ഈ ഡ്രഗ് എന്നൊക്കെ ഇടയ്ക്ക് വന്ന് കയറി. അപ്പം ഞാൻ വിളിച്ചു അയ്യോ മൂഞ്ചി, ഇത് ഇനിയിപ്പോൾ LCU തന്നെ പോയി അത് LCUവിന് മിക്സാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിച്ച്. ഭാഗ്യത്തിന് അങ്ങനെ ആക്കില്ല. പിന്നെ രജനീകാന്തിൻ്റെ ആ പഴയ കാലത്തിൻ്റെ ആ ലുക്ക്, അയ്യോ അത് സീനടാ. ഞാൻ ഓർത്ത് ശിവാർത്തേനാണ് ഞാൻ ഓർത്തറിഞ്ഞത്, പക്ഷേ ശിവാർത്തേനല്ലായിരുന്നു. പക്ഷേ കൊള്ളാം കേസ്. അത് ചില സീൻ, ഹോസ്റ്റലിലെ സീനുണ്ട്, പിന്നെ മറ്റേ നാഗാർജുൻ്റെ മറ്റേ ഡാൻസ് ഉണ്ട്, പുള്ളിയുടെ ബീജും അനിരുദ്ധ് സൂപ്പർ. മറ്റേ ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ വന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ നാഗാർജുന അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് പുള്ളി ഒരു നല്ല വില്ലൻ്റെ ഒരു സംഭവം അങ്ങനെ തോന്നി. അത് സൂപ്പറായിരുന്നു. പിന്നെ ഉണ്ടല്ലോ കേസ്, ചുറ്റിക വെച്ചിട്ടുണ്ടല്ലോ, ഒരു 5-6 അടി തലക്കിട്ടൊക്കെ അടിച്ചാൽ ഏത് മനുഷ്യനാണെങ്കിലും ചത്ത് പോവാതിരിക്കുമോ എനിക്കറിയില്ല കേട്ടാ. എന്നിട്ട് കുഴിച്ചിട്ടിട്ട് മണ്ണീന്ന് എണീച്ചു വന്ന്. അപ്പം എന്താ പറയുക, എല്ലാവരും സിനിമ പോയി കാണുക. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം എന്നെ നമ്പി ആരും പോവാതിരിക്കില്ല. പോയിക്കോ, പോകണ്ടെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടോ കേസ്? തിയേറ്ററിൽ പോയി കണ്ട നൈസാണ്. ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഒരു 3-2 മണിക്ക്. പക്ഷേ വലിയ ലാഗൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര അങ്ങനെ കൊള്ളാം. എല്ലാവരും അപ്പോൾ പോയി കാണുക. ഓക്കെ, താങ്ക് യു. ഞാൻ കുറേ നാളെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് സമയം കിട്ടുമ്പം ഞാൻ ഇടും. ഓക്കെ, ബൈ.